ജെസി, നീ ആളുകൾ വർത്താനം പറയണ കേട്ടിട്ട് എന്നോട് സംസാരിക്കല്ലേ. സത്യത്തിൽ എന്താ ഉണ്ടായെന്ന് നീ ഒന്ന് മനസ്സിലാക്കി. ഒന്നുമില്ലാതെ ഈ ആളുകൾ ഇതൊക്കെ പറയോ? ഈ കണ്ടു നിന്നവര് തന്നെയാ ഇതൊക്കെ പറയുന്നേ. എന്ത് കണ്ടു നിന്നാ ഈ പറയണ? ഇച്ചാലും വാസുവേട്ടനും കൂടി ഏത് പെണ്ണിനെ എങ്ങോട്ട് വൃത്തികേട് നീ പറയാൻ നിൽക്കരുത്. നീ ഒന്ന് സമാധാനമായിട്ട് ഞാൻ പറയണ കേക്ക്. നീ കണ്ണീ കണ്ടവര് പറയണ വിശ്വസിക്കല്ലേ. ഞാനും വാസുകുട്ടിയും കൂടി നടന്നു വരുമ്പോ നമ്മുടെ ഭാസ്കരൻ മാഷിന്റെ മോള ഒരുത്തനെ ഉപദ്രവിക്കാൻ ശ്രമിക്കണ്. ഞങ്ങൾ അവിടെ ചെന്നിട്ട് നീ എന്താണ് ചെയ്യണേന്ന് വെച്ച് രണ്ടുപേരെ പിണങ്ങി പറഞ്ഞു വിട്ടുള്ളൂ. എന്റെ ഈച്ചായ അങ്ങനെ റോഡിൽ പലതും നടക്കുന്നുണ്ട് ഡെയിലി. ഈ നാട്ടുകാരൊക്കെ അതിലൊക്കെ ഇടപെടാൻ പോവാണോ? ഇച്ചേന് എന്തിനു കുഴപ്പമായിരുന്നു ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇടപെടാൻ പോയിട്ട്? എടി, അതിൽ ഇടപെടണ്ടേ? മാനുഷികപരമായിട്ടൊന്നും ഇടപെട്ടുള്ളൂ. നീ ഇപ്പൊ ബ്യൂട്ടി പാർലറിൽ പോയി വരുന്ന ആളാണ് ഒറ്റക്ക്. നിനക്ക് എന്തെങ്കിലും ഉപദ്രവം വന്നാൽ എന്നെ പരിചയമുള്ളവർ ആരെങ്കിലും ഇടപെടൂലേ? അങ്ങനെ ആരും വരണ്ട, എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. ശരി, സമ്മതിച്ചു, നിങ്ങൾ ഇടപെട്ടു. പിന്നെ എന്തിനാണ് ആ കൊച്ചു നിങ്ങളുടെ രണ്ടുപേരും പേരിൽ കൊണ്ട് കേസ് കൊടുത്തത്? അതെനിക്കറിയാൻ പാടില്ല. എന്തറിയാൻ പാടില്ല? എടി, ഞാനും വാസുകുട്ടിയും മാത്രമല്ല, ഒരുപാട് നാട്ടുകാർ കണ്ട് ഞങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ട്. അവര് പറയല്ലേ? സത്യം പറഞ്ഞു, നിങ്ങൾ ആ കൊച്ചിന് എന്താ ചെയ്തേ? മോറി ഞാൻ അടിച്ചു പൊളിക്കും. ഞാൻ ഊളത്തരം പറഞ്ഞാല് നീ എന്റെ അനക്കും വഴി വരില്ല. പടയൊക്കെ ഇപ്പൊ ഞാനവിടെ തലക്ക് വെളി വരാത്തെ. ഇനി എവിടെ പോയി നിൽക്കുവോ? മല്ലികേ, മല്ലികേ, എന്താ നിനക്ക്? എന്താ? എന്താന്ന്? ഒന്നുമില്ലാന്ന് പറഞ്ഞില്ലേ? നിന്നോടാ ചോദിച്ചത് എന്താന്ന്? എന്റെ വാസേട്ട ഒന്നും ഇല്ലാന്ന് പറഞ്ഞില്ലേ? ഒന്നുമില്ലാണ്ട് പിന്നെ എന്താടി നിനക്ക്? എന്നോട് ഇങ്ങനെ എന്താ ചോദിച്ചിട്ട് എന്താ കാര്യം? പിന്നെ ഓരോന്ന് ഒപ്പിച്ചു വെക്കുമ്പോ ആലോചിക്കണമായിരുന്നു. എന്തൊപ്പിച്ചു വെച്ച്? അപ്പൊ ഈ നാട്ടുകാർ മൊത്തം പറഞ്ഞോണ്ട് നടക്കുന്നൊന്നും വാസേട്ട അറിയുന്നില്ലേ? നാട്ടുകാരെ എന്താടി പറയണത്? ഒന്നും കാണാണ്ട് ഒരു പെണ്ണ് നിങ്ങളെ പേരിൽ കേസ് കൊടുക്കല്ലേ? എടി പോത്തെ, അതാ ജോസൂട്ടി ചെന്നിട്ട് ഇടപെട്ടതാണ്. ഞാൻ എന്റെ കൂട്ടത്തിൽ നിന്ന് പോയി, അത്രേ ഉള്ളൂ. അല്ലാതെ വേറെ ഒന്നുമില്ല. അങ്ങനെ വേറെ എന്തുണ്ടായിരുന്നു? എന്നാലും വാസേട്ടൻ എന്നോട് ഒരിക്കലും ഇങ്ങനെ ചെയ്യരുതായിരുന്നു. ഞാൻ നിന്നെ ചെവിക്കൊണ്ടാണ് ഒന്നര ഇത് കേട്ടോ. ഇതൊക്കെ ഒപ്പിച്ച് വെച്ചിട്ട് എന്നെ അടിക്കുന്നാണോ പറയുന്നത്? എന്തെന്നാണ് ഇതിനോട് പറഞ്ഞാലും നിനക്ക് മനസ്സിലാവില്ലടി. അച്ഛനെ അമ്മേനെ ഒക്കെ ഉപേക്ഷിച്ച് നിങ്ങളെ കൂടെ ഇറങ്ങി വന്നിട്ട് ഒരു പണിക്കും പോലെ വെള്ളം അടിക്കാതൊക്കെ ഞാൻ സഹിക്കണം. ഇത്ര കാലം എന്റെ കൂടെ താമസിച്ചു നിനക്കൊന്നും മനസ്സിലായില്ലേ? എന്നെ മനസ്സിലായില്ലേ നിനക്ക്? മനസ്സിലായി. പിന്നെ എങ്ങനെ ഇങ്ങനെ ഒരു പ്രശ്നം വന്നത് പറയാ? എങ്ങനെ എനിക്ക് അറിഞ്ഞൂടാന്ന്? ഇത് എന്താണ് ഇതിനെ പിന്നെ സംഭവിച്ചത് എനിക്ക് അറിയില്ല. എന്നോടാണ് നിങ്ങൾ ചോദിക്കുന്നത്? എന്താണ്